ഓം നമഃ ശിവായ ഒരു മഹാനുഭാവനെ പരിചയപ്പെടുത്താനും അദ്ദേഹത്തിൻ്റെ നമ്മുടെ ഗോഡ്സ് ഓൺ കൺട്രിയിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ നടത്താൻ പോകുന്ന ഒരു മഹാഭൈരവയാഗത്തിനെ കുറിച്ചുള്ള ഒരു വിവരണം അദ്ദേഹത്തിൻ്റെ തിരുമൊഴിയിൽ നിന്ന് തന്നെ കേൾക്കാനുള്ളൊരു ഭാഗ്യം കേരളീയർക്കുണ്ടായി. ഇടയാടി സ്വാമി ഇടയാടികൾ എന്നറിയപ്പെടുന്ന പൂർവാശ്രമത്തിൽ രാജൻ ഇടയാടി എന്നറിയപ്പെടുന്ന സ്വാമി, അദ്ദേഹത്തിന് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. സ്വാമി, ജീവിതത്തിൽ സമയമാണ് എല്ലാം എന്നുള്ള തിരിച്ചറിവ് ഭാരതീയനിൽ നിന്നാണ് ലോകം. അതിനെ കാളി, അതും സമയമാണ്. അപ്പം ഏറ്റവും വലിയ മൂലധനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാലമാണ്. കാലം കഴിഞ്ഞവരൊന്നുമില്ല. അപ്പം ഈ മഹാകാല ഭൈരവൻ എന്ന യാഗം എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയാണ് അതിനെ ഈ മതേതരത്വം ഉൾക്കൊള്ളുന്ന മലയാളി ഉൾക്കൊള്ളുന്നതെന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് ആശങ്കയുണ്ട്. പക്ഷെ സ്വാമിക്ക് അതില്ലായിരിക്കും. സ്വാമി അതിനെക്കുറിച്ച് കൃത്യമായ പഠനം നടത്തി കാണുന്നു. അപ്പോൾ അതെന്താണെന്ന് ഒന്ന് നമ്മുടെ ജനങ്ങൾക്ക് ഹ്രസ്വമായിട്ടൊന്ന് പറഞ്ഞു കൊടുക്കാൻ ഈ അവസരം ഞാൻ ക്ഷണിക്കുന്നു. അതായത് നമ്മുടെ കാലഭൈരവന്റെ ഉത്ഭവം തന്നെ ഒരു ചരിത്രപരമായ ഒരു കാഴ്ചപ്പാടിലൂടെ, അതായത് ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാർ എന്ന് പറയുന്ന മൂന്ന് പ്രധാനപ്പെട്ട ആരാധനാമൂർത്തികളാണിത്. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ ബ്രഹ്മാവും മഹാവിഷ്ണു തമ്മിൽ തർക്കമുണ്ടാകും. ആരാണിതിൽ വലിയവര് എന്നുള്ളൊരു തർക്കമാണ് ഇവിടെ ഉന്നയിച്ചത്. അവസാനം കൃത്രിമത്തിലൂടെ ബ്രഹ്മാവ് പറയുന്നു, ഞാനാണ് ഇതിൽ വിജയിച്ചതെന്നും ഞാനാണ് വലിയവനെന്നും ഉള്ളൊരു തർക്കം അവിടെ സ്ഥിരീകരിക്കുക. ഈ സമയത്താണ് ഭഗവാൻ മഹാദേവൻ അവിടെ എത്തുന്നത്. അപ്പോൾ ഇവരുടെ തർക്കം കേട്ടതിന് ശേഷം അദ്ദേഹം പറയുന്നു, ഇത് വ്യാജമായ ഒരു തീരുമാനമാണ്, മഹാവിഷ്ണുവാണ് ഏറ്റവും വലുത് എന്ന് അദ്ദേഹം പറയുകയും അത് നിരസിച്ചപ്പോൾ കോപാകുലനായ മഹാദേവൻ പരമശിവൻ തൻ്റെ തൃക്കണ്ണിലൂടെ അതിന് ഒരു തീരുമാനം ഉണ്ടാകുക എന്നുള്ള കുറച്ച് തീരുമാനത്തോടുകൂടി അദ്ദേഹം കാലഭൈരവന് ജന്മം കൊടുക്കുകയാണ്. അങ്ങനെ ഉഗ്ര ഗോപിഷ്ണനായ കാലഭൈരവൻ പ്രത്യക്ഷപ്പെടുകയും ബ്രഹ്മാവിൻ്റെ ഒരു ശിരസ് ഛേദിക്കുകയും ചെയ്തു. ബ്രഹ്മഹത്യ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് കിട്ടേണ്ട ശിക്ഷ, അതായത് പാപമോക്ഷം കിട്ടുന്നതിന് വേണ്ടി അദ്ദേഹം വസ്ത്രം ഇല്ലാതെയും ജടകളോടുകൂടി രുദ്രാക്ഷമാലയും ധരിച്ച് കമണ്ടലവും ധരിച്ച് അതുപോലെ തന്നെ ആ തലയോട്ടി അദ്ദേഹത്തിൻ്റെ ഭിക്ഷപാത്രമാക്കി അദ്ദേഹം ലോകം മുഴുവൻ ഭിക്ഷാടനത്തിന് പോവുകയും ചെയ്തു, മോക്ഷത്തിന് വേണ്ടി. അങ്ങനെയാണ് നമ്മുടെ കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ അവസാനം അദ്ദേഹം എത്തുകയും ആ സമയത്ത് തൻ്റെ കയ്യിൽ സൂക്ഷിച്ചിരുന്ന തലയോട്ടി അനേക കഷ്ണങ്ങളായിട്ട് അവിടെ തറയിൽ വീഴുകയും അദ്ദേഹത്തിന് മോക്ഷം കിട്ടുകയും ചെയ്തു. ശരിക്കും നമ്മുടെ ഉജ്ജയിനിയിൽ നിന്നാണല്ലോ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം തന്നെ ഉണ്ടായത്, അല്ലേ? അതെ. അപ്പം ഇന്നത് കാലഹരണപ്പെട്ടു പോയി. ഇവിടുന്ന് പോയിട്ട് ഗ്രിഗോറിയൻ കലണ്ടറിലേക്കൊക്കെ നമ്മൾ മാറി. വൈദേശിക ആക്രമണത്തിൽ കൂടെ നമുക്ക് നഷ്ടപ്പെട്ട നമ്മുടെ പൈതൃകത്തിനെ വീണ്ടെടുക്കാൻ ഇത് എത്രമാത്രം സഹായിക്കും എന്നാണ് അങ്ങയുടെ വിശ്വാസം? ഇതൊരു പരിധിവരെ നമ്മുടെ സനാതന ധർമ്മത്തിൽ കുറച്ച് ഊന്നൽ നൽകുന്നതാണ്. കാരണം ഈ മഹാകാലഭൈരവൻ എന്ന് പറയുന്നത് തന്നെ നമുക്കെല്ലാവർക്കും മൃത്യുവിൽ ഭയമുള്ളവരാണ്. അതുപോലെ തന്നെ നമ്മുടെ അകാല മരണത്തിൽ ഭയമുള്ളവരാണ്. മോക്ഷം നമുക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഇതിനെല്ലാം നമുക്ക് ബലിതർപ്പണത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളവരാണ്. അപ്പോൾ ഇതിനെല്ലാം തുല്യമാണ് നമ്മുടെ ഈ യാഗത്തിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത്. ഒരു സംശയം ചോദിക്കുന്നത്, ഈ സാധാരണ ഇപ്പം നിരീശ്വരവാദികളൊക്കെ ചോദിക്കാറുണ്ട്, ഈ യാഗത്തിനകത്ത് ഉപയോഗിക്കുന്ന നെയ്യ്, വിലപിടിപ്പുള്ള നെയ്യ് അല്ലെങ്കിൽ പാല് അല്ലെങ്കിൽ ഔഷധങ്ങളൊക്കെ ഇങ്ങനെ കത്തിച്ച് കളയുമ്പോൾ അതുകൊണ്ട് എന്താണ് പ്രയോജനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങേക്ക് എന്ത് ഉത്തരം കാണുള്ളൂ? തീർച്ചയായിട്ടും അതിന് പ്രയോജനമാണല്ലോ. കാരണം ഈ പലതരത്തിലുള്ളതായ ആയുർവേദിക്സ് മെഡിസിൻസ് ആണ് ഇത് നമ്മൾ സമർപ്പിക്കുന്നതെല്ലാം. അതെല്ലാം അഗ്നിയിലേക്ക് കത്തി ദഹിക്കുകയാണ്. അതിൽ നിന്നുണ്ടാകുന്നതായ ആ രൂപം, അതായത് ആ സ്മെല്ല്, അതിൻ്റെ അന്തരീക്ഷ ശുദ്ധീകരണവും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകുന്നതായ എല്ലാവിധമായുള്ള ശക്തികൾക്കും ഒരു
പ്യൂരിഫിക്കേഷൻ എന്ന് പറയുന്നതാണ്. നമ്മൾ ഗണഹോമം നടത്തുന്നത് കൊണ്ട് അതെ ഓരോ യാഗങ്ങൾ നടക്കുമ്പോഴും അന്തരീക്ഷ ശുദ്ധീകരണവും ഗൃഹശുദ്ധീകരണവും നമ്മുടെ മനസ്സിൻ്റെ ശുദ്ധീകരണവും ഏകാഗ്രതയും ഒക്കെ കൂടുതൽ കൂട്ടി ഉറപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ യാഗങ്ങൾ എന്ന് പറയുന്നത്. പൂജകൾ അത് ഈ ചിലപ്പോൾ ഈ ക്ഷേത്രങ്ങളിൽ പോയിട്ട് ശത്രുസംഹാര പുഷ്പാഞ്ജലി നടത്തുമ്പോൾ അപ്പോൾ അതിനെക്കുറിച്ച് പലർക്കും സംശയം ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു പൂജ നടത്തി കഴിഞ്ഞാൽ നമുക്ക് ട്രംപിനെയൊക്കെ ഒതുക്കാൻ പറ്റില്ല. അപ്പോഴാണ് അതിനെക്കുറിച്ച് പറയുന്നത് അവനവനിലുള്ള ഒരു കാലുഷ്യം മാറി ദിശാബോധം ഉണ്ടാവാനാണ് ഈ വിധ ക്ഷേത്ര ചൈതന്യങ്ങൾക്കുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കലാണ് ഇതിനെക്കുറിച്ച് വിവരമില്ലാത്തവർ ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം നമുക്കിതിന് എന്ത് ചെലവ് വരും? ഈ ഒരു മിനിമം നമ്മൾ ചെറിയ രീതിയിൽ നല്ല രീതിയിലും ചെറിയ രീതിയിൽ തുടങ്ങി നല്ല രീതിയിൽ ഈ 3 ദിവസത്തെ യാഗം 1 കോടി രൂപയ്ക്കുള്ളൊന്നും വരികയില്ല. അപ്പം അതിൻ്റെതായ ഗുണം നമ്മുടെ ജനങ്ങൾക്ക് ഉണ്ടാവുമല്ലോ. അതെ, നമ്മുടെ ഭാരതത്തിലുള്ളതായ ജനങ്ങൾക്കും ഈ ലോകത്ത് ജീവിക്കുന്ന ജനങ്ങൾക്കും ഐശ്വര്യം ഉണ്ടാകുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ്. അതോടൊപ്പം തന്നെ നമുക്ക് മനഃശാന്തി നേടുക, പിതൃക്കൾക്ക് മോക്ഷം കിട്ടുക, നമുക്ക് ഈ അകാല മരണത്തിൽ നിന്ന് ഒഴിവാവുക, നമുക്കും മോക്ഷം കിട്ടുക. ഇതാണല്ലോ സനാതനധർമ്മത്തിൻ്റെ വിശ്വാസം തന്നെ, നമുക്ക് മോക്ഷം കിട്ടണമെന്നുള്ള ആഗ്രഹിക്കുക. അതിന് ഈ യാഗത്തിലൂടെ നമ്മുടെ ആ കാര്യങ്ങളെല്ലാം നടക്കും. തന്നെയല്ല, നമ്മൾ ഇതിനകത്ത് വേറൊന്ന് പറയുന്നുണ്ട്. ഈ മഹാകാലഭൈരവ യാഗത്തിൽ പങ്കെടുക്കുന്നതിലൂടെ 56,008 രുദ്ര യാഗങ്ങൾക്കും 81,000 മഹാമൃത്യുഞ്ജയ ഹോമങ്ങൾക്കും 81,000 തിലക ഹോമങ്ങൾക്കും എണ്ണമറ്റ ബലിതർപ്പണങ്ങൾക്കും തുല്യമായതും കുടുംബത്തിലെ 36 തലമുറകൾക്ക് മോക്ഷപ്രാപ്തിയും ലഭ്യമാകുമെന്നാണ് ഈ യാഗം കൊണ്ടുള്ളതായ ഫലം. അതായത് പൂർവ്വജന്മാർജിതമായിട്ടുണ്ടാക്കിയേക്കുന്ന കർമ്മദോഷങ്ങൾക്കൊക്കെ ശാന്തിയും പരിഹാരവും നമുക്ക് ഈ യാഗത്തിൽ പങ്കെടുക്കുന്നതിൽ കൂടെ ലഭിക്കും എന്ന് ഉള്ളൊരു വിശ്വാസമാണ് ഇതിനകത്തുള്ള. കാലഭൈരവ യാഗത്തിലൂടെ നമുക്ക് കേരളത്തിൽ ഇതിന് മുമ്പ് നടത്തിയിട്ടുണ്ടോ ആരെങ്കിലും കേരളത്തിൽ ഇതുവരെ നടന്നതായിട്ട് അറിയില്ല. അപ്പോൾ ഇതൊരു നല്ല അവസരമാണ്. ഭക്തന്മാർ ഇത് എങ്ങനെയാണ്, എവിടെയാണ് ഇത് നടത്തുന്നത്? ഇത് ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കര ലാഹ ജംഗ്ഷൻ എന്നുള്ള സ്ഥലമുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ യാഗ. ഏകദേശം എത്ര ഏക്കർ സ്ഥലങ്ങളുണ്ട്? 2.5 ഏക്കർ സ്ഥലത്തോളം. ഒരു 1,000 പേർക്ക് ഒരു അതിനകത്ത് ഉൾക്കൊള്ളാൻ പറ്റും. യാഗശാല ഒരു 1,500 പേർക്ക് ഇരിക്കാവുന്നതാണ് യാഗശാല. അത് നേരത്തെ ബുക്ക് ചെയ്യണോ? കാലേക്കൂട്ട് ബുക്ക് ചെയ്യണോ? വേണ്ട, വരുന്നവർക്ക് ഈ പൂജയിൽ പങ്കെടുക്കാം. യാഗത്തിന് ചെറിയ ഓരോരുടെ പേരും നാളും പറഞ്ഞ് യാഗം നടത്താനുള്ള അവസരം അവിടെ ഉണ്ട്. ഞാൻ പറയുന്നത് 3.5 കോടി ജനങ്ങളുടെ രാജ്യമായതുകൊണ്ട് ഇപ്പം വിശ്വാസങ്ങൾ കൂടി വരുന്ന കാരണം അങ്ങനെയുള്ളവർക്ക് നിങ്ങൾക്ക് ഒരു ഓൺലൈൻ ബുക്കിംഗ് കൊടുത്തു കഴിഞ്ഞാൽ വരുന്ന തിരക്ക് ഒഴിവാക്കാൻ പറ്റില്ല എന്നൊരു ചോദ്യമുണ്ട്. അതും സംവിധാനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതോടെ ചെയ്യണം. കാര്യം എല്ലാവർക്കും പങ്കെടുക്കാൻ ഈ പറഞ്ഞ അന്തരീക്ഷ ശുദ്ധി വരുമെങ്കിലും 1,500 പേര് മാത്രമേ ഉൾക്കൊള്ളാൻ പറ്റുമെങ്കിൽ 10,000-10,000 പേര് വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച്. അല്ല, 4 യാഗകുണ്ടമാണ്. ഓക്കെ. 4 ഈ അഖാഡ സ്വാമികളാണ് ഈ യാഗം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഒരാൾ വന്ന് നിൽക്കുക എന്നുള്ളതല്ല, വരിക, യാഗശാലയിലൂടെ ആവശ്യങ്ങൾ അർപ്പിക്കുക, നമ്മുടെ ദുഃഖങ്ങളും ആവശ്യങ്ങളും പറഞ്ഞ് ആവശ്യങ്ങൾ അർപ്പിക്കുക. അതുവഴി നമുക്ക് യാഗശാല. അപ്പൊ എത്ര ലക്ഷം ആളുകൾ വന്നു കഴിഞ്ഞാലും ഉൾക്കൊള്ളാൻ പറ്റും. അതായത് ഈ അണ്ടകടാഹത്തിൽ കൂടെ കയറി ഇറങ്ങിയാൽ മതി. വലിയൊരു സംഭവമായിട്ടാണ്. അപ്പൊ അതിന് ബസ് സർവീസും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ധാരാളം ബസ് റൂട്ട് സ്ഥലത്താണിത്. റോഡ് വളരെ സൗകര്യമാണ്. റെയിൽവേ സ്റ്റേഷൻ അടുത്താണ്, ബസ് സ്റ്റാൻഡ് അടുത്താണ്, KSRTC. റെയിൽവേ സ്റ്റേഷന് എത്ര കിലോ? ഏത് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുന്നത്? മാവേലിക്കര റെയിൽവേ സ്റ്റേഷൻ. മാവേലിക്കര റെയിൽവേ സ്റ്റേഷന്റെ അടുത്താണ്. അതെ. പിന്നെ അതിനൊക്കെ നല്ല വോളണ്ടിയേഴ്സും കാണുമല്ലേ? കൊണ്ട് ധാരാളം ആൾക്കാർ ഇതിനകത്ത്. അപ്പൊ ഇതിന് ഭക്ഷണമൊക്കെ എങ്ങനെയാണ് അവിടെ അറേഞ്ച് ചെയ്യുന്നത്? അവിടെ ആര് ഉച്ചയ്ക്ക് വന്നാലും അവിടെ ഭക്ഷണമുണ്ട്. ഉച്ചയ്ക്ക് മാത്രമേ ഉച്ച ഭക്ഷണം. അത് പ്രത്യേക രീതിയിൽ ഉണ്ടാക്കുന്ന ക്ഷേത്രങ്ങളിൽ കൊടുക്കുമല്ലോ. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് ഡിജിറ്റൽ സംവിധാനം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ കണക്ക് വിവരങ്ങൾ ഓൺലൈനിൽ കൂടെ ഒക്കെ ഒന്ന് സോഷ്യൽ മീഡിയ വഴിയൊക്കെ ഒന്ന് അറിയിച്ചു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. നന്ദി, നമസ്കാരം.